പ്രതിനിധി അഡ്വക്കേറ്റ് തൗഫീഖ് രാജനിലേക്കാണ് പോകുന്നത്. ശ്രീ തൗഫീഖ് രാജൻ, നേരത്തെ ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്. 2:22 രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളുന്നു. 2:25 KPCC പുറത്താക്കിക്കൊണ്ടുള്ള പ്രമേയം പുറത്തുവരുന്നു, വാർത്താക്കുറിപ്പ് പുറത്തുവരുന്നു. അപ്പോൾ ഈ മുൻകൂർ ജാമ്യം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസിൽ ഇപ്പോഴും രാഹുൽ തുടർന്നേനെ അല്ലേ? നിലവിൽ അങ്ങനെ ഒരു മുൻവിധിയുടെയും അടിസ്ഥാനത്തിൽ സംസാരിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള സംഘടനാ രീതിയുണ്ട്. KPCCക്ക് ഒരു തീരുമാനമെടുത്താൽ അത് ദേശീയ നേതൃത്വത്തെ അറിയിക്കണം, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയെ അറിയിക്കണം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അംഗീകരിച്ച ശേഷം മാത്രമേ ആ തീരുമാനം പ്രഖ്യാപിക്കൂ. അതിനപ്പുറത്തേക്ക് മുൻകൂർ വിധി വന്നതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കി, അല്ലെങ്കിൽ പുറത്താക്കിയേനെ എന്ന തരത്തിലുള്ള പ്രതികരണവും, ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ അകത്താക്കിയേനെ എന്ന തരത്തിലുള്ള പ്രതികരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനപ്പുറത്തേക്ക് നീലിമയോട് ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇടത് പ്രതിനിധി അടക്കം ധാർമ്മികതയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം മാത്രം, അദ്ദേഹത്തിൻ്റെ ഈ കലക്കവളത്തിൽ മീൻ പിടിക്കാനുള്ള CPM തന്ത്രമൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായി ബോധ്യമാകുന്നുണ്ട്. ഡിസംബർ 9 കേരളം പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ ഗോപാലകൃഷ്ണൻ സാർ അടക്കം, ബഹുമാനപ്പെട്ട ശ്രീ ബി ഗോപാലകൃഷ്ണൻ അടക്കം അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തി. അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന് ഏതാണ്ട് വലിയ ബുദ്ധിമുട്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നു, ജനങ്ങൾ ഗേറ്റിന് വെളിയിലാക്കി, അകത്ത് കയറ്റിയില്ല എന്ന് പറയുന്നു. ഞാൻ അദ്ദേഹത്തോട് ഈ ജനൻ TVയുടെ ഈ ചർച്ചയിൽ വെച്ച് തന്നെ പറയുന്നു, ഡിസംബർ 13 ജനൻ TVയിൽ ഈ റിസൾട്ട് വരുന്ന ദിവസം നമുക്ക് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ അകത്താണോ പുറത്താണോ എന്നുള്ളത് അങ്ങേക്ക് കൃത്യമായി ബോധ്യപ്പെടും. ജനഹൃദയങ്ങളിൽ BJP ആണോ അതോ കോൺഗ്രസ് ആണോ എന്നുള്ളത് അങ്ങേക്ക് വളരെ കൃത്യവും വ്യക്തമായി ബോധ്യപ്പെടും. അത് നമുക്ക് ഒന്നിച്ചിരുന്ന് വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാം. അതിനപ്പുറത്തേക്ക് ഇടത് പ്രതിനിധിയോട് സൂചിപ്പിക്കാനുള്ളത്, 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നഗ്നപാതരായി ഇരുമുടുക്കെട്ടേന്തി 18ാം പടി ചവിട്ടി സന്നിധാനത്തെത്തി അയ്യപ്പനെ കണ്ട് അവിടെ നിന്ന് മാളികപ്പുറത്തെത്തി പിന്നീട് വാവരുനടയിലും ദർശനം നടത്തി പമ്പാ ഗണപതി ക്ഷേത്രത്തിൽ എത്തി നിൽക്കുന്ന ഓരോ അയ്യപ്പ ഭക്തന്റെയും ഹൃദയം വേദനിപ്പിച്ചൊരു സർക്കാർ, ആ സർക്കാർ ധാർമ്മികതയെക്കുറിച്ച് പ്രസംഗിക്കുന്നതിന് ഒരർത്ഥവുമില്ല. അതിനപ്പുറത്തേക്കാണ് മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയും PK ശശിയും KB ഗണേഷ് കുമാർ, M മുകേഷ് അടക്കമുള്ള ആളുകളുടെ പരമ്പര ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ഈ ഘട്ടങ്ങളിലെങ്കിലും നീലിമ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിക്കണം. M മുകേഷിനെതിരെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ടോ? M മുകേഷിനെതിരെ എന്ത് കേസാണ് നിലനിൽക്കുന്നത്? ആ കേസിൽ എന്ത് സംഘടനാ നടപടിയാണ് സ്വീകരിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞ ശേഷം ഞങ്ങളുടെ തീവ്രത ഇങ്ങനെയല്ല എന്ന് എന്തിനാണ് അങ്ങനെ വിധിക്കുന്നത്? ഇത് വളരെ കൃത്യമായ ഒരു കേസാണ് എന്ന് തുടക്കം മുതൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമല്ലേ? വളരെ കൃത്യമായി പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശങ്ങൾ വരുന്നുണ്ട്. അത് ഇന്നലെയല്ല, 4 മാസങ്ങൾക്ക് മുമ്പേ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വേട്ടക്കാരന്റെ സ്വഭാവം, യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ കൂട്ടിച്ചേർക്കൽ, ചേർത്ത് പിടിക്കലായിരുന്നു രാഹുലിനെ പാലക്കാട് DCC ചെയ്തത്. ഈ ഇന്നലെ വരെ തങ്കപ്പൻ എന്ന് പറയുന്ന DCC പ്രസിഡന്റിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറയാനുള്ള യാതൊരുവിധ ധൈര്യവുമില്ലായിരുന്നു. ഇന്നും അദ്ദേഹം തള്ളിപ്പറയുന്ന ആ ഒരു രീതിയൊക്കെ കണ്ടാൽ വലിയ കഷ്ടമെന്നേ പറയാൻ കഴിയുകയുള്ളൂ. അത്രയ്ക്ക് ഗതികേട് കൊണ്ടാണ് ഒരു തള്ളിപ്പറച്ചിലിന്റെ ഒരു സ്വരം പോലും ഉയരുന്നത്. അത് നീലിമയുടെ ബോധ്യത്തിൻ്റെ പ്രശ്നമാകാം, നീലിമയുടെ തോന്നലിൻ്റെ പ്രശ്നമാകാം. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുമുള്ള ആശങ്കയുടെ അടിസ്ഥാനമില്ല. നീലിമ ഒന്ന് പരിശോധിക്കണം. നീലിമ എപ്പോഴാണ് ഈ പരാതി നൽകിയത് എന്നുകൂടി നീലിമ പരിശോധിക്കണം. പരാതിക്കാരി ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും പരാതി നൽകി ദിവസങ്ങൾക്ക് മാത്രമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പായി ഇത്തരത്തിലൊരു പരാതി ഉണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുത ഔദ്യോഗികമായി ഞാൻ നീലിമയോട് നേരത്തെ നീലിമയുടെ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉണ്ടായിരുന്ന ഘട്ടമുണ്ടായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് ഒരു പൊതുപ്രവർത്തകനെതിരെ ഇത്തരത്തിൽ അങ്ങ് മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ വോയിസ് സന്ദേശം ഉണ്ടായപ്പോൾ, ഇത്തരത്തിൽ ശബ്ദ സന്ദേശങ്ങൾ അടക്കം മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ധാർമ്മികത തന്നെ ഉയർത്തിപ്പിടിച്ചാണ് കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചത്. ആ ധാർമ്മികത കോൺഗ്രസ് മാത്രമേ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൂ. അതിനിപ്പുറത്തേക്ക് ഇത്തരത്തിൽ പരാതി രേഖാമൂലം നൽകിയതിന് തൊട്ടു പിന്നാലെ സംഘടനാ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിച്ചു, കൃത്യമായ നിലപാട് സ്വീകരിച്ചു. ഇവിടെ RSS ശാഖയിൽ ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന് വെളിപ്പെടുത്തിയ ശേഷം കോട്ടയം സ്വദേശിയായ യുവാവ് ജീവനൊടുക്കിയ സംഭവമുണ്ട്. എന്ത് നടപടിയാണ് സ്വീകരിച്ചത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പുറത്തു വന്നതാണ്. അഡ്വക്കേറ്റ് രാംകുമാർ, ഒരു സെക്കൻഡ്. അഡ്വക്കേറ്റ് രാംകുമാർ സർ, ഇപ്പോൾ ഈ പരാതി വളരെ പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു പരാതിയല്ല. 4 മാസം മുമ്പേ ആ പെൺകുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വളരെ കൃത്യമായി അവർ മാധ്യമങ്ങളിലൂടെ തന്നെ അവരുടെ ശബ്ദ സന്ദേശം
വളരെ കൃത്യമായി അത് ഈ പൊതുജന മധ്യത്തിലേക്കൊക്കെ വന്നതാണ്. അപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വം വളരെ കൃത്യമായ ഒരു അന്വേഷണവും അക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തിനടക്കം പല ഘട്ടത്തിൽ പല പെൺകുട്ടികളും പരാതി നൽകിയിരുന്നു. ഈ ഷാഫി പറമ്പിലിനടക്കം പരാതി നൽകിയിരുന്നു എന്ന ഷഹനാസിന്റെ വെളിപ്പെടുത്തൽ കൂടി വരുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ നേതാക്കൾക്കൊക്കെ അറിയാമായിരുന്നു ഇയാളുടെ യഥാർത്ഥ സ്വഭാവം. എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് ചോദിക്കേണ്ടേ കോൺഗ്രസ് നേതൃത്വത്തോട്? കോൺഗ്രസിന്റെ പ്രവർത്തനം ഈ രാജ്യത്തെ ജനങ്ങൾ പകൽ വെളിച്ചം പോലെ കാണുന്നതാണ്. ഞാൻ എൻ്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സുഹൃത്തിനെ ഓർമ്മിപ്പിച്ചോട്ടെ, നിങ്ങളുടെ പാർട്ടി ഒരു സ്ത്രീ സ്ഥാപിച്ചതാണ്, ഒരു സ്ത്രീ പ്രസിഡൻ്റ് ആയിരുന്നതാണ്. ആ സ്ത്രീയും കുടുംബവുമാണ് ഇപ്പോഴും നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്നത്. ഈ AICC ഓഫീസിൽ കോൺഗ്രസിന് ഒരു ദേശീയ അധ്യക്ഷനുണ്ട്, മല്ലികാർജുൻ ഖാർഗെ എന്നാണ് അധ്യക്ഷന്റെ പേര്. ഒരു കുടുംബവും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ രാംകുമാർ സാർ ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് തൗഫീഖിന് സംസാരിക്കാം. അതല്ല കോൺഗ്രസിൻ്റെ അസഹിഷ്ണുത രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇടപെട്ടതിൽ എനിക്ക് അത്ഭുതമില്ല. ഞാൻ ചോദിക്കട്ടെ, പ്രിയങ്ക എന്ന് പറഞ്ഞ വളരെ പ്രഗത്ഭയായ ഒരു പ്രവർത്തക ശിവസേനയിൽ പോയി ബോംബെക്ക് സ്ഥലം മാറ്റി. എന്ത് പറഞ്ഞിട്ടാണ് അവർ AICC ഓഫീസിൽ പോയി? എൻ്റെ സുഹൃത്തൊന്ന് അന്വേഷിച്ച് നോക്കണം. അപ്പോൾ ധാർമ്മികതയെപ്പറ്റി ഇന്ന് കോൺഗ്രസ്സുകാർക്ക് പറയുന്നത് ജനങ്ങൾ പുച്ഛത്തോടുകൂടിയേ കാണുള്ളൂ. ഇവിടെ പറഞ്ഞതാരാ? ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് പാർട്ടി പ്രവർത്തകരും സ്ത്രീകളുമാണ് ഈ കാര്യം ഉയർത്തിപ്പിടിക്കുന്നത്. നിങ്ങളുടെ ഒരു മതേതര മുഖമുണ്ടല്ലോ, ഷമാ മുഹമ്മദ്, അവരെന്താ പറഞ്ഞത് ഈ വിഷയത്തെക്കുറിച്ച്? ഷാനിമോൾ ഉസ്മാൻ എന്താ പറഞ്ഞത്? ഇതൊക്കെ മറന്നുകൊണ്ട് ധാർമ്മികതയെപ്പറ്റി വീമ്പടിക്കുന്നത് കാണുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നിങ്ങളുടെ ചരിത്രം അറിയില്ല എന്ന് എൻ്റെ സുഹൃത്ത് തെറ്റിദ്ധരിക്കരുത്. ഏതാണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞ് തൗഫീഖ് രാജൻ ഈ തീരുമാനമെടുക്കുമ്പോൾ അതിന്റേതായ ചിട്ടവട്ടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ ശബ്ദമുയർത്തുന്നത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ ചിന്തിച്ചു പോകണം. അപ്പോഴാണ് ഷഹനാസിന്റെ പരാതി കൂടി നമ്മളൊന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചു പോകേണ്ടത്. ഷഹനാസ് നേരത്തെ തന്നെ വളരെ കൃത്യമായി ഷാഫി പറമ്പിലിന് പരാതി നൽകുകയാണ്. ഇവൻ മോശക്കാരനാണ്, ഇവനെ ഉന്നത പദവികളിലേക്ക് കൊണ്ടുവരരുത്, ഇവൻ സ്ത്രീകളോട് വളരെ വളരെ മൃഗീയമായി മോശമായി പെരുമാറുന്ന ഒരുത്തനാണ് എന്ന് ഷഹനാസ് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഷാഫി പറമ്പിൽ പുച്ഛത്തോടെ ആ പരാതി സ്വീകരിക്കുകയാണ്. മാത്രവുമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില പരാതികളൊക്കെ പല ഘട്ടത്തിൽ ഉയർന്ന സമയത്ത് ഇവർക്കെതിരെ ഗൂഢാലോചന എന്ന് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കമാൻഡിന് പരാതി നൽകിയ വിരുദ്ധനാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ ഷാഫി പറമ്പിൽ ആരുടെ താല്പര്യമാണ് ഇവിടെ സംരക്ഷിച്ചത് എന്നതുകൂടി നമുക്ക് ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്. യാതൊരു സംശയവുമില്ലാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇവർക്കൊക്കെ പരാതികൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഒരു ബലാത്സംഗ വിദഗ്ധനാണ് എന്നുള്ള കാര്യത്തിൽ ഇവർക്കെല്ലാം നല്ല വിവരമുണ്ട്. അതിൻ്റെ തീവ്രത അളക്കാൻ പോയിട്ടുള്ളത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് ഈ തീവ്രത അളക്കുന്ന കാര്യം എനിക്കറിയില്ല. ഇടതുപക്ഷക്കാരാണെങ്കിൽ ഈ സാധനമായിട്ടാണ് നടക്കുന്നത്. തീവ്രത ആരുടെയാണ് കൂടുതൽ, ആരുടെയാണ് കുറവ്? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തീവ്രത കൂടാൻ സാധ്യതയുണ്ട്. കാരണം അതിൽ ചെറുപ്പമാണ്. മറ്റ് CPMൻ്റെ മുകേഷിൻ്റെയൊക്കെ തീവ്രത കുറവായിരിക്കും. കാരണം വല്ലാണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണല്ലോ. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞതിനോട് ഞാനൊരു ഒന്ന് പറയാൻ ആഗ്രഹിക്കുക. അദ്ദേഹം ഗോപാലകൃഷ്ണൻ ജിക്ക് നാളെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായാൽ ഞങ്ങളൊക്കെ ഈ നിലപാട് സ്വീകരിക്കും. എൻ്റെ പൊന്ന് ഇടതുപക്ഷ സുഹൃത്തെ, ഗോപാലകൃഷ്ണൻ ജിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ പഠിച്ചു വന്ന തത്വശാസ്ത്രം RSSൻ്റെയാണ്. ഞങ്ങൾക്കൊരു ഭാര്യയേ ഉള്ളൂ.
ബാക്കിയെല്ലാം അമ്മയും സഹോദരിമാരുമാണ്. ബാക്കി നിങ്ങളെപ്പോലെയുള്ള ഈ ആൾക്കാരുണ്ടല്ലോ, ഞാൻ താങ്കളെ അല്ല കേട്ടോ പറയുന്നത്, ഇത്തരം ബലാത്സംഗ വിദഗ്ധന്മാർ ഇപ്പം നിങ്ങളുടെ പാർട്ടിയിൽ ധാരാളം ഉണ്ടല്ലോ. തീവ്രത അളക്കാൻ പോകുന്ന നിങ്ങൾക്കാണതറിയാം, എനിക്കതറിയില്ല, ആ ഉപകരണവും എൻ്റെ കയ്യിലില്ല. നിങ്ങൾക്കൊക്കെ ഒരു അമ്മ, ബാക്കിയെല്ലാം ഭാര്യ. അതുകൊണ്ടാണല്ലോ നാട്ടിൽ എവിടെ വേണേലും ചുംബിക്കാം, എവിടെ വേണേലും ചുംബനം നടത്താം, റോട്ടിലും ചുംബിക്കാം, ശബരിമലയുടെ മുകളിലും ചുംബിക്കാം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞത്. എന്തായാലും ആ ഗണത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ, നമുക്കതിൽ താല്പര്യമില്ലാത്ത ആളുകളാണ്. പക്ഷെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു മാനവും മര്യാദയും ഈ ഇടതുപക്ഷത്തിനുണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യം മുകേഷിനോട് രാജിവെക്കാൻ പറ. മുകേഷിനെ പാർട്ടി പുറത്താക്ക്. അയ്യപ്പൻ്റെ സ്വത്ത് അടിച്ചു മാറ്റി, അയ്യപ്പൻ്റെ സ്വർണവും കട്ടളപ്പടിയും ദ്വാരപാലക ശില്പത്തിൽ ഒക്കെ അടിച്ചു മാറ്റിയ 2 വലിയ നേതാക്കന്മാർ ജയിലിൽ കിടക്കാൻ ഇവന്മാരെ പുറത്താക്കിയോ? പുറത്താക്കിയോ? അപ്പം നിങ്ങൾക്ക് ഇടതുപക്ഷത്തിനും അത്തരത്തിൽ സ്ത്രീ സുരക്ഷയൊന്നും അവകാശപ്പെടാനില്ലാത്ത വളരെ കൃത്യമായ ഒരു സാഹചര്യം തെളിവ് സഹിതം ഉദാഹരണങ്ങൾ സഹിതം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്.